ഇന്ന് സ്കൂളും മദ്രസും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ഒരുമിച്ചാണ് എഴുന്നേറ്റത്. 10-10:30 ആയിട്ടുണ്ടാവും. ഞാനൊരു 6-6:30 എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഞാൻ കരുതി എന്തിനാ അപ്പം ഇങ്ങനെ നീച്ചിരിക്കണത് എന്ന് കരുതിയിട്ട് ഓളെ തന്നെ പോയി കിടന്നു കേട്ടോ. നല്ല രീതിയിൽ പുതച്ച മൂടി ഒന്നും കൂടി അങ്ങോട്ട് ഉറങ്ങി. ആ ഉറക്കം അങ്ങോട്ട് കഴിഞ്ഞത് ആ 10-10:30 ആയപ്പം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാട്ടോ എഴുന്നേറ്റ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഥ കൂതാഹവ. അപ്പോൾ ഇതാ പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. നമ്മളെ കിണറുക്ക് നോക്കിയാൽ അറിയാം മഴേൻ്റെ ഒരു സംഭവം. കാരണം എന്താ വെച്ചാൽ പുഴയിൽ വെള്ളത്തിനനുസരിച്ചാണ് നമ്മുടെ കിണർ. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കിണറിൻ്റെ ഒരു വെള്ളം ഏറുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുഴയിൽ എത്രത്തോളം വെള്ളം ഏറിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ കിണറ്റിൽ വെള്ളം ഏറിയതെന്നൊന്ന് ജസ്റ്റ് കാണിക്കാട്ടോ. അതൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ഈ മുറ്റത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിറച്ചു പക്ഷികളുണ്ടാവും കേട്ടോ. എപ്പോഴും ഒരുപാട് പക്ഷികളുണ്ടാവേ. കാക്കയും പിന്നെ എന്താ പ്രാവും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതുമാണെങ്കിൽ അതിനെങ്ങനെ ആട്ടി വിടുന്നതാണ് ആ കാണുന്നത്. ഞാനോളോട് പറഞ്ഞാൽ അവിടെ ഇരുന്നോട്ടെ, കാരണം മഴയില്ലാത്ത സ്ഥലം നോക്കിയിട്ട് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ പഴം വാട്ടിയിട്ടും ബ്രെഡ് ചൂടാക്കിയിട്ടൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ഉഴപ്പി ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എഴുന്നേൽക്കാൻ നേരം വൈകിയതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വേണമല്ലോ അല്ലേ. എന്നും ഇപ്പോൾ എണീക്കുക, രാവിലെ 6 മണിക്ക് എണീക്കുക, മദ്രസക്ക് പറഞ്ഞേക്കുക, സ്കൂൾ പറഞ്ഞേക്കുക, പിന്നെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ എന്നും അങ്ങോട്ട് പണിയല്ലേ. അപ്പോൾ ഇന്ന് ഒരു ദിവസമൊക്കെ നമുക്കും വേണ്ട ലീവ്. ഇപ്പോൾ സ്കൂളത്തെ കുട്ടിയൊക്കെ ആയാലും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സ്കൂൾ ബസ്സൊക്കെ ഒഴിവാണ്. അപ്പോൾ അവർക്ക് ഒഴിവാകുമ്പോൾ നമുക്ക് ഒരു ചെറിയ ലീവൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ അങ്ങോട്ട് ഒരു നല്ല ചായ ഉണ്ടാക്കി കൊടുത്തു, പഴം വാട്ടിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ഹെവി ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്കും ഇങ്ങോട്ട് ഫുൾ റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മന്തി ഓർഡർ ചെയ്തു. വേഗം മമതയൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ സംഭവം എത്തുമല്ലോ. ഒരു 11:30 ആയപ്പോൾ ഓർഡർ ചെയ്താണ്. 12-12:15 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലെ എല്ലാവർക്കും വിശക്കണമുണ്ട്. മര്യാദയ്ക്കായിട്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് വന്ന പാടന്നെ ഇതുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പള്ളിക്ക് പോയി കേട്ടോ. വാങ്ങി കൊടുക്കാൻ ആ സമയത്ത് മൂപ്പര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്പോൾ ഇതാ ഞാൻ എൻ്റെ ഒപ്പം തന്നെ കൂടിയിട്ടുണ്ട്. പിന്നെ ഈ മന്തീൻ്റെ പിന്നാലെ കേട്ടോ. ഞാനത് ചോറുക്ക് മേലെ ആ ചിക്കന് കൊണ്ട് എടുത്തിട്ട്, കാരണം അതിലേക്ക് കുറച്ച് നേരം ആ മന്തീത്തെ ചിക്കൻ അതിലിങ്ങനെ നിന്നാൽ റൈസൊക്കെ അതിൻ്റെ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു റോസ് സോസ് ഉണ്ടല്ലോ, അതും മയോണൈസൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കാണ് കേട്ടോ. മയോണൈസ് ഇതുമ്പോൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. മയോണൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ ഓള് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റേ പിങ്ക് സോസ് അതാണ് റൈസ് കൊഴിച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഓക്ക് ഇതാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ രണ്ടും ഓരോ പാത്രത്തിലേക്ക് ഇതങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഓക്ക് അപ്പം തന്നെ ചോറ് വേണം, വിശക്കണുണ്ടായിരുന്നു. അങ്ങനെ പഴം ഓക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഓൾ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഓൾ പറഞ്ഞു എനിക്ക് റൈസ് ചോറ് വന്നിട്ട് മതി എന്നാണ്. അങ്ങനെ ഇന്ന് ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിനും കാര്യത്തിനൊക്കെ അങ്ങോട്ട് നിന്നു. നമുക്ക് ലീവല്ലേ, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ലീവ് ആയതുകൊണ്ട് ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ മോൾക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ കുറച്ച് റെസ്റ്റ്, നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇതും ഇതൊക്കെയുള്ള ഫുഡൊക്കെ വിളമ്പിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇന്നങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓൾ കുറേശ്ശെ കഴിച്ചിട്ട് ഇങ്ങനെ ഇമ്മച്ചി വരുന്നില്ലേ എന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു, റൈസ് ഒഴിവാക്കാമെന്ന്. എനിക്ക് അങ്ങനെ റൈസ് കഴിക്കാൻ തോന്നിയില്ല. കാരണം ഞാനൊരു പകുതി പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ എനിക്ക് റൈസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ആദ്യത്തെ ചിക്കൻ്റെ ഒരു പീസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ആദ്യം കൊണ്ടു കൊടുത്തത്. പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. അതിന് രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ലേശം ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ ചിക്കൻ മാത്രമാണ് ഞാനെടുത്ത് കഴിക്കുന്നത്. മുട്ടയൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ. ഇച്ചിരി മയോണൈസും കൂട്ടിയിട്ട് അങ്ങനെ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫുഡ്. ഒരു 12:30 ആയപ്പത്തിന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് കഴിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇല്ല, മൂപ്പര് പിന്നെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ എത്ര രാവിലെ വെച്ച് നിന്നാലും മൂപ്പർക്കൊരു ടൈമാണ് കേട്ടോ. രാവിലെ കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ, ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ രാത്രി കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു തടി വെക്കാതെ വണ്ണം വെക്കാതെ ഒക്കെ നിൽക്കുന്നത്. നമ്മളങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കണ്ടാൽ പിന്നെ ഇങ്ങനെ ടൈമോ കാര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ തടി ഇങ്ങനെ കൂടി വരുന്നത്. അപ്പം അതാണ് ആ മാറ്റം. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മുപ്പര് വന്നപ്പോൾ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, എന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിന് അങ്ങോട്ട് നീക്കി വെച്ചു. കാരണം കുക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വേഗം മുകൾക്ക് കയറിപ്പോയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇന്നൊരു ഷോപ്പിങ്ങിന് പോകണം. നമ്മളെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധ സംഭവങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഉപ്പ് എല്ലാം അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനൊക്കെ
ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് ഇടുകയാണ്. അപ്പോൾ ഇതുമൂന്ന് ഇതാ വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റ് ഇടുന്നത് കേട്ടോ. മൂപ്പർക്കുള്ള ചായയാണ് ഞാൻ ആദ്യം കൊണ്ടേ കൊടുത്തത്. മൂപ്പർ അവിടെ ഇരിക്കുന്നുണ്ട്, മഴ ആയതുകൊണ്ട് പുറത്തൊക്കെ ഒന്നും പോയിട്ടില്ല, നമസ്കാരം കഴിഞ്ഞ് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് ചായയും മിച്ചറൊക്കെ കൊണ്ടേ കൊടുത്തു. ഞാനിത് അവിടെ ചായ എടുത്തു. പിന്നെ എനിക്ക് മിച്ചറിൻ്റെ അതീത്തെ കടല ഞാൻ ഇങ്ങനെ പൊറുക്കി കഴിക്കുകയാണ് കേട്ടോ. ഓളാണെങ്കിൽ ഇതുമുന്നാണെങ്കിൽ കടല വലിയ ഇഷ്ടമല്ല, എനിക്കാണെങ്കിൽ ആ മിച്ചറിൻ്റെ ആ ചുവപ്പ് സാധനം ഉണ്ട് അത് വലിയ ഇഷ്ടമല്ല. ഞാൻ കടലയും പൊറുക്കി തിന്നുന്നുണ്ട്, ഓൾ അതിൻ്റെ ഒരു ചുവപ്പ് ആ ഒരു മറ്റേ പൊടി ഉണ്ടല്ലോ, മിച്ചറുണ്ടല്ലോ ശരിക്കുള്ള, അതും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കടലും എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ലിസ്റ്റ് എഴുതുകയാണ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ മുതൽ ഇങ്ങോട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എന്താ പറയുക, ചായപ്പൊടി, പഞ്ചസാര, പാല് എന്നും പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സാധനങ്ങൾ ലിസ്റ്റ് ഇടുക. ഒന്ന് നമുക്കറിയാലോ രാവിലെ എന്തൊക്കെ വേണം. അപ്പം സത്യം പറഞ്ഞാൽ ചായപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നുമില്ലെങ്കിലും ചായപ്പൊടി, പഞ്ചസാര, പാല് അത് ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചായപ്പൊടി വാങ്ങും കേട്ടോ. പിന്നെ പഞ്ചസാരയും നമുക്ക് 1 കിലോ മതി, പക്ഷേ ചായപ്പൊടിയും നമുക്ക് 1 കിലോ വേണം. രണ്ടും നമുക്ക് അധികം പഞ്ചസാരക്ക് അധികം ചിലവില്ല. കാരണം ഞാനായാലും എൻ്റെ ഹസ്ബൻഡായാലും ഇച്ചിരി പഞ്ചസാര യൂസ് ചെയ്യുള്ളൂ. ഇതും പിന്നെ ദിവസം ഒരു ചായ കുടിക്കുള്ളൂ. പിന്നെ ആ മോളും ഐറിസൊക്കെ വരുമ്പോഴാണ് നമുക്ക് പഞ്ചസാരയൊക്കെ വീണ്ടും എത്രയും ഇച്ചിരിയെങ്കിലും ചിലവാകും കേട്ടോ. കാരണം മോളും നല്ല മധുരമാണ്, എൻ്റെ ഐറിസിനാണെങ്കിലും നല്ല മധുരമാണ്. അങ്ങനെ അപ്പം ഞാൻ 1 കിലോ വാങ്ങിയാൽ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കലാണ്. അപ്പം ചായപ്പൊടി, പഞ്ചസാര, പിന്നെ അതുപോലെ പിന്നെ രാവിലത്തേക്ക് ആവശ്യമുള്ള ആദ്യം ഇങ്ങനെ പാല് അത് എഴുതി. പിന്നെ എഴുതിയത് കടല, ചെറുപയർ, മമ്പയർ, അങ്ങനെ നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ള അങ്ങനെ എഴുതി. അത് ആ ഒരു പയറുവർഗ്ഗങ്ങൾ എഴുതിയിട്ട് അതാണ് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുട്ടുപൊടി, കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള സംഭവങ്ങളുണ്ടല്ലോ, പുട്ടുപൊടി കാര്യങ്ങൾ അത് എഴുതി. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് നമ്മൾ അരി, അപ്പം നല്ല പച്ചരി, നെയ്യ്, അങ്ങനെ ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട്. പിന്നെ അലക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെ ആലോചനയാണ്, മെയിനായിട്ട് ആലോചനയാണ് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഭയങ്കര ത്രില്ലാട്ടോ. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും. അങ്ങനെ വലിയൊരു ലിസ്റ്റ് കണ്ടോ, വലിയൊരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഇതൊന്നും പോരാ, ഇപ്പുറത്തെ സൈഡ് ഏതാ ഇവിടെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡ് 2-3 എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ ഈ ഭാഗം കൂടി മുഴുവൻ എഴുതണം കേട്ടോ. നമ്മൾ പോയാൽ നമ്മൾ പോവുക, ഇതിനുണ്ട് നമുക്ക് ഒരുപാട് പൈസ ആവും. എന്നാലും നമ്മൾ ഈ എഴുതാത്തത് അവിടെ കാണുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേറെ ഉണ്ടാവും സെപ്പറേറ്റ്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് വാങ്ങാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ എഴുതാത്ത വേറെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും കുറച്ചേരം ഞങ്ങളിങ്ങനെ രണ്ടാളും ആലോചിച്ചിരുന്ന് പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്കടിക്കുള്ളതും ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ പിന്നെ നമ്മൾ കുറച്ചൊരു 2-3 ലിറ്റർ വാങ്ങും, ഓയിലും വാങ്ങും, പപ്പടം, അതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് തന്നെ വാങ്ങി വന്നാൽ പിന്നെ അധികം നമുക്ക് ഈ മാസം വാങ്ങേണ്ടി വരില്ല. ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ പോവുള്ളൂ, ഷോപ്പിൽ പോയി വാങ്ങാറുള്ളൂ. അങ്ങനെ ലിസ്റ്റ് ഇടലൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുടി കൂടി വാർന്നു നിർത്താൽ മതി. അപ്പോഴേക്കും ഞാനും ഡ്രസ്സിൻ്റെ ഞാൻ ടോപ്പ് മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻറ്റ് ഒന്ന് ജസ്റ്റ് ആ പാൻറ്റ് മാറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഓക്കെ ഞാനിതാ മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി കൊടുക്കുകയാണ്. ഓൾ എൻ്റെ പോയി പോന്നാൽ എന്താ വെച്ചാൽ ഉണ്ടല്ലോ, ഓൾ എല്ലായിടത്തും ആ ഒരു ഷോപ്പിൽ കയറി എല്ലാ മൂലക്കിലും എത്തും. എല്ലായിടത്തും ഇവിടെ എന്തൊക്കെയാണ് വെച്ചത് നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ഒരു വാങ്ങും കിട്ടുള്ളൂ കറക്റ്റ്. അതെനിക്കൊരു സമാധാനമാണ് കേട്ടോ ഓളെ കൊണ്ടുപോയാൽ. അതുകൊണ്ടാണ് ഞാനിതിനെ കൊണ്ടുപോകണത്. പിന്നെ ഓൾക്ക് ആവശ്യമുള്ളതും കുറച്ചുകൂടി വലിച്ചിടും കേട്ടോ. അങ്ങനെ ഓളെ മുടിയൊക്കെ വാർന്ന് ഞാനും മുടിയൊക്കെ വാർന്ന് ഒന്നും കൂടി കെട്ടി ജസ്റ്റ് ഇതാ ഇറങ്ങാണ്. ഇനി അതിന് മോളും ബാഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓള് കാണണ്ട, ഓളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇത് കാണുക. അപ്പം ഞാനത് ഓള് ഇന്നാൾ വന്നപ്പം പുറത്തിട്ടതായിരുന്നു, അപ്പോൾ ഇത് എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ രണ്ടാളെ മുഖത്ത് കണ്ട് ഓരോ അടയാളങ്ങളൊക്കെ. ഞാൻ അന്ന് രാവിലെ എണീറ്റപ്പെട്ടൽ മുഖം കഴിയപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തടഞ്ഞിട്ട് മൂക്കിൻ്റെ അവിടെ. അപ്പോൾ നോക്കുമ്പോഴാണ് മുറിയുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐറൂസിൻ്റെ പണിയാണ് കേട്ടോ. ഓന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്തല്ലോ, ഒരൊറ്റ മാന്തലാണ്. ആ ഒരു അടയാളമാണ് നമ്മൾ മുഖത്ത് കാണുന്നത്. എന്തായാലും മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞങ്ങൾ ഇറങ്ങി. ഇത്ര വലിയ മഴക്കാലത്തായാലും ഞങ്ങൾ രണ്ടാൾ കുടയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഇവിടെ ഓട്ടോ പിടിച്ചിട്ട് പോകാം, അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോ പിടിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഇപ്പച്ചീനെ വിളിക്കാം, അപ്പച്ചി വണ്ടിയിട്ട് വന്നോളും. അങ്ങനെയൊക്കെയുള്ള ഓരോ ധൈര്യത്തിലാണ് ഞങ്ങൾ രണ്ടാളും ഇറങ്ങുന്നത്. ഇപ്പം എന്തായാലും ഇറങ്ങുന്ന സമയത്ത് മഴയില്ല, അപ്പോൾ സമാധാനത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ എവിടത്തെ അറിയും, റോഡിൻ്റെ ആ വക്കത്തെത്തി. അതായത് താഴത്തങ്ങടെ ആ പാലത്തിൻ്റെയൊക്കെ ആ ഭാഗത്ത് കേട്ടോ. അവിടെ നമ്മുടെ പോവാറുള്ള കുലാവിയൊക്കെ അതിന് നേരെ മുന്നിൽ അവിടെ അങ്ങനെ നിന്ന് ഒരു 10 മിനിറ്റോളം ഞങ്ങൾ
അവിടെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത്. ഓട്ടോയിലാണെങ്കിൽ വേറെയും കുറേ ആൾക്കാരുണ്ടെന്ന് മറ്റേ ഓട്ടോറിക്ഷയിൽ കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാർ കൂടുതൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളതിൽ ഞങ്ങളെയും കൂടി കയറ്റിയിട്ട് അങ്ങനെ 10 രൂപ അങ്ങനെ കൊടുക്കുമല്ലോ, അങ്ങനെയുള്ള ഓട്ടോയിൽ. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതും ഓള ഒരു അതൊക്കെ എടുത്ത് സംഭവമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ലിസ്റ്റ് അങ്ങോട്ട് തുറന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചിറ്റി ഇങ്ങനെ നടക്കണം. ഓളിൻ്റെ പിന്നാലെ ആ ഒരു ട്രോളും പിടിച്ച് അങ്ങനെ നടക്കും. ഞാൻ ആവശ്യമുള്ളതൊക്കെ നോക്കി അങ്ങനെ കിട്ടും. നമ്മൾ വാങ്ങുന്ന ആ കമ്പനി സാധനങ്ങൾ തന്നെ വാങ്ങാനാണ് ഞാൻ തിരയുന്നത് കേട്ടോ. അല്ല എല്ലാത്തരം ഇപ്പോൾ പുട്ടുപൊടി ആണെങ്കിൽ എല്ലാ കമ്പനീൻ്റെ വരിവരിക്ക് വെച്ചിട്ടുണ്ടാവും. അതേപോലെ റവ ആണെങ്കിലും എല്ലാ കമ്പനീൻ്റെ വരിവരിക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു കമ്പനി ഉണ്ടാവില്ല, നമുക്കൊരു സമാധാനം. നമ്മൾ വാങ്ങുന്നതാണല്ലോ നമ്മൾ വാങ്ങുള്ളൂ. ഒന്ന് മാറ്റി വാങ്ങാനൊരു എന്തോ പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ അജ്മിൻ്റെ പുട്ടുപൊടി തന്നെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അതും വാങ്ങി. അപ്പോൾ അത് 1/2 കിലോൻ്റെ ആയിരുന്നു ഇതും കൊടുത്തത്. അപ്പോൾ ഞാൻ 1 കിലോ പുട്ടുപൊടി എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ പുട്ടും കുറ്റി ഇല്ല, പുട്ടും കുറ്റി ഇപ്പോൾ പൊട്ടി കിടക്കണം. ഇതുവരെ അത് വാങ്ങാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ പോയി വാങ്ങിയാൽ മതി, ഞാനില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, പുട്ടും കുറ്റിയെല്ലാം ഒരുപോലെയല്ലേ. അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുപ്പര് ഏതായാലും വാങ്ങാമെന്ന് പറഞ്ഞ് നീണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനേതായാലും പുട്ടുപൊടി 1 കിലോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ തനിമൻ്റെ പത്തിരി പൊടി, മുളക് പൊടി നമ്മൾ സൂപ്പർ നോവൻ്റെ ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ചിക്കൻ മസാല, പിന്നെ അതാ റോൾഡ് ഓട്സ്, അത് മൂപ്പര് ഇപ്പോൾ രാത്രി ഓരോ ദിവസം ഓരോന്നാണ്. ഒരു ദിവസം ഓട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുട്ട പൊരിച്ചത്, ഒരു ദിവസം നമ്മളെ എന്താ പറയുക ബ്രെഡ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നെയ്യ് ചെറുതും വലുതും ഏതാ വാങ്ങേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തപ്പാണ്. അപ്പം അതേപോലെ അവിടെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഓരോ സ്ഥലം അതിലിങ്ങനെ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ ഇങ്ങനെ കൈ ഇങ്ങനെ തെറിച്ചു. അങ്ങനെ തന്നെ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള നെയ്യാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. തൽക്കാലം അധികം വലുതൊന്നും വാങ്ങിയിട്ടില്ല, ചെറിയ നെയ്യ് വാങ്ങി. പിന്നെ അതാ ഇതുമ്മൂൻ്റെ വക പരീക്ഷണങ്ങളാണ്. ഓൾ ഈ ഒരു എന്താ പോപ്കോൺ കണ്ടപ്പം അതവിടെ ഇങ്ങനെ വരുവരിക്ക് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഈ വരുവരിക്ക് വെക്കുന്നത്. ഇപ്രാവശ്യം എന്തായാലും മാഗിമൊക്കെ ഒന്നുകൂടി വല്ലാണ്ട് പോയില്ല. അപ്പം ഞാൻ 2-3 പോപ്കോൺ പാക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഓയിൽ ആ ഒരു ഭാഗത്തെത്തി കേട്ടോ. അപ്പം നമ്മൾ വാങ്ങുന്ന കമ്പനി തന്നെയാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, എന്ന് പറയുക വെളിച്ചെണ്ണൻ്റെ ഒരു ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ പഴയ കുപ്പി ഇങ്ങനെ കേട് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കരുതി എന്നാലും കുപ്പി ഒരു ബോട്ടിലൊന്ന് വാങ്ങാമെന്ന്. അങ്ങനെ അതും വാങ്ങി വെളിച്ചെണ്ണയൊക്കെ വെച്ചു. പഞ്ചസാര പിന്നെ അവിടെ ഉണ്ടല്ലോ ഓരോന്ന് അങ്ങനെ 2 കിലോൻ്റെ 1 കിലോൻ്റെ ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ എടുത്തിട്ടാൽ മതി. 5 കിലോൻ്റെത് 3 കിലോ 2 കിലോ 1 കിലോ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 കിലോൻ്റെ പാക്ക് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ മതി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഇനി എനിക്ക് 2 കിലോ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല പച്ചരി കുറച്ച് വാങ്ങി. ചെറുപയർ, കടല, മമ്പയർ, ഉഴുന്ന്, പരിപ്പ്, ആ ഒരു സംഭവങ്ങളാണ് ഈ ഒരു ഭാഗം മുഴുവൻ കേട്ടോ. പരിപ്പ്, എള്ള്, കടുക്, ഉലുവ അങ്ങനെയുള്ള സംഭവം. അപ്പോൾ അത് ഞാൻ ചെറുപയർ, കടലയും എടുത്തു. ഗ്രീൻ പീസ് എടുത്തു. വെള്ളക്കടല എടുത്തു. അങ്ങനെ ബമ്പയറും അങ്ങനെ സംഭവങ്ങളൊക്കെ കുറച്ച് ഉഴുന്ന് വാങ്ങിയില്ല. ഉഴുന്ന് ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് എടുത്തില്ല, കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതൊക്കെ സോസുകളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സോയാ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ചാറിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയപ്പോൾ വെളുത്തുള്ളിൻ്റെ അച്ചാറൊന്ന് വാങ്ങി. പിന്നെ സാബും ലിക്വിഡ് വാങ്ങി. പിന്നെ നമുക്ക് എന്താ പറയുക ഈ ഇത് ഡ്രസ്സ് മണക്കാനൊക്കെ ഉപയോഗിക്കുന്ന കംഫർട്ട് ഉണ്ടല്ലോ, അത് വാങ്ങി. അങ്ങനെ ഒരുവിധം. പിന്നെ നമ്മുടെ പനീർ, ബട്ടർ, ചീസ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഇതാ ഇതുമുൻ ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് തപ്പി പോയതാട്ടോ. അങ്ങനെ അതും കിട്ടി. അങ്ങനെയൊക്കെ കൂടെ ഇവിടെ പാക്കിങ് ബില്ലാക്കുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. ബില്ലാക്കുന്നുണ്ട്. വേറെ ആൾക്കാരോട് നല്ല തിരക്കുന്നായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തിന് ഇങ്ങനെ നോക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടിയിട്ടാണ്. അങ്ങനെ അതാ ബില്ലൊക്കെ കിട്ടിയിട്ട് ഞാനിതാ പൈസയൊക്കെ എടുക്കുകയാണ്. പാലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് തന്നെയാണ് പാല് വാങ്ങാൻ. നമ്മൾ കടയിൽ നിന്ന് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് പാല് വാങ്ങാറുള്ളത്. അപ്പോൾ പിന്നെ ഗുഡ് ലൈഫിൻ്റെ പാൽ ഒഴിച്ചുള്ള ചായ കുടിച്ചിട്ട് കുറേ ദിവസമായപ്പം ഒരു 5-6 പാക്ക് ഗുഡ് ലൈഫിൻ്റെ പാലും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ പാക്ക് ചെയ്തൊരു ചാക്കിൽ കെട്ടിയിട്ട് അവിടെ കൊണ്ടേ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്കൊരു ഓട്ടോ കിട്ടണം. അതിന് മുമ്പായിട്ട് അങ്ങനെ പോകുന്ന വെഹിക്കിൾ തന്നെ അതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് വെജിറ്റബിൾസിൻ്റെ കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും വാങ്ങി. ഒരു 5 മിനിറ്റ് അവിടെ നിന്നപ്പോഴേക്കും ഒരു ഓട്ടോ കിട്ടി. ഓട്ടോക്കാരൻ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം മുമ്പേ വന്ന് ഓട്ടോ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആ ചാക്കിൻ്റെ അടുത്തേറ്റം വന്ന് ചാക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെന്ന് വീട്ടിലെത്തി. വീട്ടിലത്തെ പിന്നെ നമ്മുടെ മുന്നിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് അങ്ങോട്ട് ചാക്ക് വെച്ച് തന്നു. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഓട്ടോക്കാരനെ കിട്ടി. സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്.
അത്രയധികം സാധനം ഉണ്ട് കേട്ടോ. പിന്നെ വന്നേക്ക് ഞാനും ഇത് എടുത്തൊക്കെ നിൽക്കാൻ നേരില്ല, കാരണം ഞാൻ എത്തിയപ്പോൾ തന്നെ 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ഫുഡ് കൊടുക്കട്ടെ, കൊടുത്തിട്ട് മൂപ്പർക്കും ഇതുമുനും ഒക്കെ വിശക്കുണ്ടാവില്ല, അപ്പോൾ കൊടുക്കട്ടെ എഴുതി. അപ്പോൾ അതിൻ്റെ പാല് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇത് ബേക്കറി ഐറ്റംസ്, ബ്രെഡ്, ബിസ്ക്കറ്റ്, ആ ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് നമ്മുടെ പച്ചക്കറിയാണ്. പിന്നെ അത് അലക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് എടുത്ത് വെക്കണം, അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് അടിക്കാം. അപ്പോൾ ഇതും ആണെങ്കിൽ എനിക്കൊന്നും വേണ്ടാന്ന്, ഇത് മതിയെന്ന്, പോപ്കോൺ മതിയെന്നും പറഞ്ഞിട്ട് ഓള് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓള് അതിന് 2 പാക്ക് എടുത്തിട്ട് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൂപ്പർക്ക് പഴം തന്നെ മതി, ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണം. പഴം കുറച്ച് വാങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ തോലിങ്ങനെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അധികം കറുത്താൽ പിന്നെ കഴിക്കൂല, ഇതും കഴിക്കൂല, ഞാനും കഴിക്കൂല, ആരും കഴിക്കൂല. തോല് കറുത്താൽ പിന്നെ അങ്ങനെ ആയിട്ട് എറിയേണ്ടി വരും. കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴം വാട്ടാന്ന് വിചാരിച്ചു. ഇതുമൂന്ന് ഇതായി പോപ്കോണും മതിയല്ലോ, അപ്പോൾ ഓക്ക് അതും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിനൊന്നും ഇടാൻ എനിക്ക് മതി, കുക്കർ കേടെടുത്തേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചിലപ്പോൾ അധികം ഞാൻ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കൂട്ടോ, എന്താ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിങ്ങനെ ജസ്റ്റ് അധികം ചൂടില്ലാതെ ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതായി ആ ചട്ടിയിൽ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ അത് നമുക്ക് നോക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് കരിയുന്നുണ്ടോ നെരിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കാറുള്ളത്. ഒരു വട്ടം ഉണ്ടാക്കിയത് കുക്കറിൽ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കർ കഴുകി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിലേറെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ വേഗം ഈ ഒരു പാത്രത്തിലാണ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പാത്രത്തിലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അതും ആയി. പിന്നെ അതാ പഴം വാട്ടിയതുകൊണ്ട് അതും ഇതുമൂന്നും കുറച്ച് കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ കുറച്ചെടുത്തു, പക്ഷേ ഇത് ഫുള്ളായിട്ട് ഞാൻ കഴിച്ചില്ല, ഞാൻ പോക്കോണാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓളും പഴം വാട്ടിയത്, ഓക്കും പഴം വാട്ടിയത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് ഞാനിതാ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് വർക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല. ഇതൊക്കെ വന്നപ്പോഴേക്കും ഞാൻ എന്നെ ഭയങ്കര മടി കേട്ടോ. അല്ലെങ്കിൽ നല്ല കാര്യത്തിന് ഭയങ്കര മടിയാണല്ലോ. പിന്നെ ഇത് വേഗം എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും വിലയും കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങളുണ്ടോ, നമ്മൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കണം, വില നോക്കണം, കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് വെച്ചാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് നമ്മൾ വീഡിയോ കോൾ ഉണ്ടായിരുന്നത്. ഉമ്മയും തുത്തൊക്കെ ഓൺലൈനിൽ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഓരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ തുത്തുവിന് വലിയ ഒഴിവുണ്ട്, മക്കളൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഒക്കെ ഭയങ്കര തിരക്കിലായിരുന്നു ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വെച്ചിട്ടോ വീഡിയോ കോൾ. പിന്നെ മോളും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓളോടും സംസാരിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്ത സമയത്ത് മോളില്ലായിരുന്നു കേട്ടോ. പിന്നെ ഓള് സെപ്പറേറ്റ് വിളിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ഒന്ന് പാനകട സഞ്ചിയൊക്കെ ഒഴിവാക്കി. ഈ വെളിച്ചെണ്ണ, ഈ ഒരു പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഞാൻ എനിക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെയാണ് തേക്കാറുള്ളത്. പിന്നെ പക്ഷേ അതിൻ്റെ ഇടയിൽ നിർത്തിയത് എന്താ എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ ആൽമണ്ട് ഓയിലാണല്ലോ ഇപ്പോൾ ഉപയോഗിക്കാറ്, അത് എനിക്ക് പറ്റില്ല കേട്ടോ. അതിന് തലയിൽ തേച്ച് അപ്പം നീരിറക്കും, ജലദോഷമൊക്കെ വരും. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കാറില്ല, സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ തലയിൽ തേക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാനത് ഈ ഒരു പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ കണ്ടപ്പോൾ ഞാനത് വാങ്ങി, കാരണം അതിനൊരു നല്ല മണമാണല്ലോ, നമ്മൾ സാധാ വെളിച്ചെണ്ണൻ്റെ പോലെയല്ലല്ലോ. അപ്പോൾ അത് വാങ്ങി, അങ്ങനെ അതും തേച്ച് നോക്കട്ടെ എന്നൊക്കെ കരുതി. പിന്നെ മൊത്തത്തിലെല്ലാം ഒരുവിധം സാധനങ്ങൾ ഇപ്പോൾ സെറ്റായിട്ടോ. ഇനി ഒരു മാസത്തേക്ക് വലിയ ഒന്നുമില്ല, നമുക്ക് ഇറച്ചി മീൻ കോഴി കിട്ടിയാൽ മതി. പിന്നെ ആഴ്ചയൊക്കെ പച്ചക്കറിയൊക്കെ അങ്ങനെ കിട്ടിയത് ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങും കേട്ടോ. പിന്നെ കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ മൂപ്പരങ്ങനെ ഇടയ്ക്ക് കുറച്ച് കൂടുതൽ അങ്ങനെ കൊണ്ടുവരും, ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു മാസത്തിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഞാനിതൊക്കെ എടുത്ത് വെക്കുന്ന സമയം ഇമ്മിന്തൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഞ്ഞു പോയി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ മോള് വിളിച്ചത്. ഓളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇതും ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.